ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോക്കുതാവ് വീട്ടാണ്. അതിന് പുഴയുടെ കരക്കുള്ള ഒരു സ്ഥലമാണ് നമ്മളെ സദാനന്ദൻ്റെ വീട്. അത് പപ്പിയച്ചി സദാനന്ദൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള അവർ കരണ്ട് പറ്റിക്കുന്ന ഒരു കാഴ്ച ഫ്രണ്ട്സ്. 2 പൊളി മോട്ടറാണ് കേട്ടോ. അടിച്ച് പൊളി മോട്ടർ കൊണ്ട് 2 മോട്ടർ വെച്ചിട്ട് അടിക്കുന്നത്. ആ അടിച്ച് ഭജിക്കുന്നൊരു കാഴ്ചയാണ് ഫ്രണ്ട്സ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ആ വീട് അതാണ് നമ്മളെ സദാനന്ദൻ്റെ, അതായത് പപ്പിയച്ചിൻ്റെ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് കണ്ട ഫ്രണ്ട്സ്, ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പുഴ ഗതിമാറി വന്ന ഒരു സ്ഥലമാണ് നിങ്ങളിത് കാണുന്നത്. ഗതിമാറി വരിക, ഗതിമാറി വന്ന ഒരു പുഴക്കരക്കാണ് ഇത്. പുഴക്കരക്കുള്ള സ്ഥലമാണ് ഫ്രണ്ട്സ്. ഒരുപാട് വാഴത്തോട്ടങ്ങൾ, ഒരുപാട് കൊലകൾ, ഒരുപാട് വാഴയുടെ കൊലയൊന്നും കാണുന്നില്ല. എല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാവും. എല്ലാം അടിച്ച് വെള്ളം പയറിയതാണ്. ഞാൻ ഈ വീഡിയോ ശരിക്കും ഇങ്ങനെ കാണിച്ചു തരാം. അതിശക്തമായ വെള്ളമായിരുന്നു. കാരണം ഗതി മാറി വന്ന ഈ ഒരു പ്രദേശത്താണ് കേട്ടോ. കണ്ട ഫ്രണ്ട്സ്, ഈ വാഴത്തോട്ടത്തിലെല്ലാം ഉള്ള ഒരുപാട് ഉണ്ട്, ഒരുപാട് കൊലകൾക്ക്. ഞാനിപ്പോൾ പുഴക്കരയ്ക്ക് വരെ ഒന്ന് പോയി കളയാം. ഇപ്പോൾ നമ്മൾ പുഴയിൽ പെട്ടെന്ന് എത്തേണ്ട ഒരു പരിപാടി. കണ്ട വാഴകളിൽ ഒരുപാട് കൊലകളെല്ലാം കണ്ട ഇങ്ങനെ വീണ് കിടക്കുന്നു. ഒരു കൊല, ചള്ളി കൊല കണ്ട. ഇതെല്ലാം എത്രയാ നാശനഷ്ടങ്ങൾ. അപ്പോൾ ഞാൻ ഏകദേശം പുഴക്കരക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. കാരണം നിങ്ങളെന്തായാലും കാണിക്കണമെന്നുള്ള ഒരൊറ്റ പരിപാടിക്കൂടെ ഈ വീഡിയോ എടുക്കുന്നത്. കണ്ട ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി നമ്മളെ പുഴ നല്ല കുറഞ്ഞിട്ടുണ്ട് വെള്ളം. ഇതിനകത്ത് നമ്മൾ വഴുതി പോവും, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. കണ്ട ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ പുഴ. ഈ പുഴയിലെ വെള്ളമാണ് കണ്ട. ഇപ്പോൾ ഹൈറ്റ് കുറവല്ല. ഞാനിത് താഴെ പിടിക്കുന്ന പുഴ കരക്ക് ഓടിക്കൽ ഭയങ്കര വഴുതലാണ്. വഴുതി അങ്ങ് പോവും പുഴയിലേക്ക് തന്നെ. കണ്ട ഫ്രണ്ട്സ്, പുഴ കണ്ട. ഈ പുഴയിൽ നിന്ന് ഇത്ര ഹൈറ്റിൽ, അതും വലിയ ഹൈറ്റിൽ വാഴകളെല്ലാം കണ്ട ചെരിഞ്ഞ് പൊടിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് കിണറ്റിലെ വെള്ളം എല്ലാം അടിച്ച് പറ്റിക്കുന്നത്. അപ്പം ലാസ്റ്റ് ഈ സാധാരണ പപ്പിയച്ചൻ്റെ വീട്ടിൽ കിണറ്റാന്ന് നമ്മൾ വറ്റിക്കുന്നത്. 2 മോട്ടർ വെച്ചിട്ടാണ് അടിച്ച് വറ്റിക്കുന്നത്. അപ്പോൾ ഇത് 8ാമത്തെ കിണറ്റാണ്. കൊലയെല്ലാം കണ്ട ചാളി വരഞ്ഞിട്ട് ഇതെല്ലാം കണ്ട. നല്ല കൊലയെല്ലാം ഇങ്ങനെ നല്ല ചളിയായി. ശരിക്ക് ഇതെല്ലാം അടിച്ച് ഒരുപാട് പല സാധനങ്ങൾ ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണ്ട, ഈ സ്ഥലമെല്ലാം കണ്ട. എൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ടൊന്ന് നോക്കിയ ഫ്രണ്ട്സ്, ആ പറമ്പെല്ലാം കംപ്ലീറ്റ് കലങ്ങിനകത്ത് ഗടങ്ങ് പൊട്ടി. കുറേ വീട്ടിൽ പോലെ ഫുൾ വെള്ളം, പകുതി വെള്ളവും കയറി. കണ്ട പല സ്ഥലത്തുള്ള എല്ലാം പൊട്ടിപ്പൊളിഞ്ഞതാണ് ഫ്രണ്ട്സ്. എന്താ പറയുക, ഗതിമാറി ആ വീടിൻ്റെ പകുതിയോളം വെള്ളം വന്നു പറഞ്ഞിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വിളിച്ച് വന്നിരിക്കുന്നു. അപ്പം 2018 അല്ല 2019 ഇങ്ങനൊരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രളയമായിരുന്നു. അന്നേരമൊന്നും ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടില്ല. കണ്ട ഇതെല്ലാം നാശനഷ്ടങ്ങൾ, ഒരുപാട് കൊലകൾ, കന്നുകൾ. അതുപോലെ തന്നെ നേരെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേ, നേരത്തെ അവിടെ ഈ പുഴേൻ്റെ നേരെ അക്കരെയുള്ള സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. നേരെ അക്കരയാണത്. ഈ അക്കരക്കുള്ള അവിടെയെല്ലാം ഒരു 6 പോത്തോളം കെട്ടിയിട്ടതിനും രക്ഷിക്കാൻ പറ്റിയില്ല. എല്ലാം മരണപ്പെട്ടു പോയി. അതിൽ ഏറ്റവും വലിയ സങ്കടം നമ്മളെ നാട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര കേട്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതിനെ ചെറിയതായിട്ട് അതിനെ കെട്ടിയതാണ്, ചെറിയ കാര്യം കൊണ്ട് കെട്ടിയതാണ്. അപ്പം അതിനെ കഴിച്ച് ഇളക്കാൻ പറ്റിയില്ല. വെള്ളം പെട്ടെന്ന് കയറിയത്. ആരും അതിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ സാധാരണ നാട്ടിൽ നിന്ന് പപ്പിയച്ചിൻ്റെ വീട്. ഇതെല്ലാം ഒലിച്ചു വന്നേണ്ട, എല്ലാം ഒലിച്ചു വന്ന സാധനങ്ങൾ. ഇവർ പന്നി വരുന്നതിനുള്ള കെട്ടിയ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഒലിച്ചു പോയി. ഒരുപാട് സാധനങ്ങൾ വന്ന് അടിഞ്ഞിട്ട് പല സാധനങ്ങൾ ഇവർ വന്ന് അടിഞ്ഞിട്ടുണ്ട്. തേങ്ങ ആയിക്കോട്ടെ, ചക്ക ആയിക്കോട്ടെ, ഒരുപാട് സാധനങ്ങൾ, മരങ്ങൾ,
ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ കോക്കുന്നാമ്പ് നമ്മൾ ചങ്ങായിമാർ തന്നെയാണ്, പുറത്തുള്ള ആളൊന്നുമല്ല. എന്താ ഞങ്ങൾ കേൾക്കുന്ന ഇവരെ വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റിയില്ല ആയിരിക്കും. ഭയങ്കര സങ്കടപൂർവ്വം പറഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ആ സമയം പോലും കിട്ടിയിട്ടാണ്. രാവിലെ ആയതുകൊണ്ട് രാത്രിയായിട്ടാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിപ്പോയിരുന്നു. റേഡിയോയെല്ലാം കണ്ട അങ്ങനെ ഒലിച്ചു പോയിട്ട് ഇതെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് ഒലിച്ച് ചെയ്യുന്ന സാധനങ്ങൾ. ഇതെല്ലാം പല സാധനങ്ങൾ വീട്ടിലെ ഉപകരണങ്ങൾ കണ്ട കമ്പ്യൂട്ടർ വരെ പോയിട്ടുണ്ട്. ഇതെല്ലാം ഒലിച്ച് പോയിട്ട് ഇതെല്ലാം കണ്ട ഫ്രണ്ട്സ്. കണ്ട ഫ്രണ്ട്സ്, എല്ലാ സാധനങ്ങളും നശിച്ചു പോയത്. ആരും പേടിച്ചു. ഇതുവരെ കണ്ട എത്രയാ സംഭവിച്ചത്, എന്തെല്ലാം സംഭവങ്ങളാണ് വേണ്ട. അല്ല അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാവരെ പേഴ്സിൽ അല്ല പറയാൻ പറ്റില്ല. ആരൊക്കെ കൊടുക്കാനും കിട്ടിയിട്ട് സ്വർണ്ണം മോതിരല്ലോ ബ്രൈറ്റ് ആയിട്ട് വരെ വിളിച്ചു തന്നാ. എന്താ അപ്പോൾ ഞാനിപ്പോൾ പുഴക്കരക്കെല്ലാം ഒന്ന് പോയി കേട്ടോ. അപ്പോൾ പുഴക്കരക്കെല്ലാം പോയിട്ട് നോക്കുമ്പോൾ ആടിൽ കംപ്ലീറ്റ് വാഴകൾ എല്ലാം പോയി കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ഈ കിരടാന്ന് വറ്റിക്കുന്നത് അത് 2 മോട്ടർ വെച്ചിട്ട് ഏകദേശം വെള്ളം വറ്റാനായിട്ടുണ്ട്. കുറച്ചും കൂടി അടിച്ചു കഴിഞ്ഞാൽ വറ്റും. ഇത് വറ്റും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര സങ്കടമുണ്ട്, എന്താ വിഷമമുണ്ട്. എല്ലാവർക്കും ഈ പ്രാവശ്യം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 2024 എല്ലാവർക്കും കഷ്ടപ്പാടില്ല. ആരോട് പറഞ്ഞ കാര്യമില്ല. കാറ്റ് വേറെ, മഴ വേറെ, വെള്ളപ്പൊക്കം വേറെ, പശുക്കൾ മൃഗങ്ങൾ ഇവർക്കെല്ലാം വല്ലാണ്ട് സംഭവിച്ചിട്ടുണ്ട്. പുല്ല് കിട്ടൂല, പശുവിനെല്ലാം വിൽപ്പന ചെയ്തു. എല്ലാം ചാലിയും ചേറും വന്ന് അടിഞ്ഞിട്ട് പശുവിനും പാമ്പും മറ്റെല്ലാം ഒഴിവാക്കി. കിട്ടിയ പൈസ കൊടുത്ത് ഒഴിവാക്കേണ്ടത് ഗതികേട്ട് കണ്ടം കുന്നിൽ ആദ്യമായിട്ടാണ് വന്നത്.